അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തർബിയ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡ്. നമുക്കറിയാം, ഇന്ന് കേരളം വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിമിഷപ്രിയയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് വളരെയധികം ഇടപെടലുകൾ നടത്തിയെങ്കിലും കേന്ദ്ര സർക്കാർ ഇടപെടൽ നടത്തിയ നിർണായകമായ ഇടപെടൽ നടത്തിയത് ബഹുമാനപ്പെട്ട കേരളത്തിൽ അറിയപ്പെട്ട പണ്ഡിതൻ, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അബൂബക്കർ അഹ്മദ്, അതായത് കാന്തപുരം AP ഉസ്താദിന്റെ നേതൃത്വത്തിലാണ്. വളരെയധികം കേരളത്തിൻ്റെ ഏറ്റവും വലിയ പണ്ഡിതന്, ഇന്ന് ലോകം കണ്ട പണ്ഡിതർക്കിടയിൽ അറിയപ്പെട്ട പണ്ഡിതനായ ഷെയ്ഖ് അബൂബക്കർ അഹ്മദ്, അതായത് കാന്തപുരം AP അബൂബക്കർ ഉസ്താദിന്റെ ആ ഒരു ഇടപെടലാണ് ഇവിടെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇന്നലെയും മിനിഞ്ഞാന്നയുമായി ഒരുപാട് ആളുകൾ, കേരളത്തിലെ മുഴുവൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഇതിനു വേണ്ടി, ഈ ഒരു നല്ല ഒരു സന്തോഷകരമായ ഒരു അവസ്ഥയുണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതലുള്ള ഇടപെടൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലാണ്. അല്ലാഹു ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ പഴയകാലത്ത് ഉസ്താദുമാർ എന്ന് പറയുന്ന ആ വിഭാഗത്തെ മാറ്റി നിർത്തിയിരുന്നു. എന്നാൽ ഇന്ന് കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാർക്കും, മുസ്ലിം പണ്ഡിതന്മാർക്കും ഉസ്താദുമാർക്കൊക്കെ യശസ് ഉയർത്തി മുന്നോട്ട് പോകാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട AP ഉസ്താദിൻ്റെ ഇതുപോലെയുള്ള ഇടപെടലുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് ആഫിയത്തും ദീർഘായുസ്സും ഇനിയും നമുക്ക് ധാരാളം നേതൃത്വം നൽകാനും ഈ രാജ്യത്തിന് ഉപകാരപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തരാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിമിഷപ്രിയയെക്കുറിച്ച് നമുക്ക് എന്തറിയാം? നിമിഷപ്രിയ ഒരു യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു ഇന്ത്യൻ നഴ്സാണ്. പാലക്കാട് സ്വദേശിനിയായ നിമിഷപ്രിയ 2017 യമനി പൗരനായ തലാൽ അബ്ദോ മെഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണ്. സംഭവത്തിന്റെ ചുരുക്കം ഇങ്ങനെയാണ്. പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോൾ, നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. 2015 അവർ ഒരു യമനി പൗരനായ തലാൽ അബ്ദോ മെഹദിയുടെ സ്പോൺസർഷിപ്പിൽ ഒരു ക്ലിനിക്ക് ആരംഭിക്കുകയാണ്. കൊലപാതകമുണ്ടായത് എങ്ങനെയാണ്? തലാൽ അബ്ദോ മെഹദി നിമിഷയെ പീഡിപ്പിക്കുകയും അവരുടെ യാത്രാരേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തുവെന്ന് ആരോപിക്കപ്പെടുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തലാൽ മെഹദിയെ മയക്കാൻ നിമിഷ ശ്രമിച്ചു എന്നുള്ളതാണ്. എന്നാൽ മരുന്നിൻ്റെ അളവ് കൂടിയതിനെ തുടർന്ന് തലാൽ മെഹദി മരണപ്പെടുകയായിരുന്നു. തുടർന്ന് മൃതദേഹം പല ഭാഗങ്ങളിലായി മുറിച്ച് ഒരു വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചു. അറസ്റ്റും വിചാരണയും 2017 നിമിഷപ്രിയ അറസ്റ്റിലായി. 2020 യമനിലെ കോടതി അവർക്ക് വധശിക്ഷ വിധിച്ചു. ഈ വിധിക്കെതിരെ അപ്പീലുകൾ യമനിലെ സുപ്രീം കോടതി തള്ളി എന്നുള്ളതാണ്. അപ്പൊ 2017 ഒരു കേസാണ്. 2020 കോടതി അവർക്ക് വധശിക്ഷ വിധിച്ചതാണ്. നിലവിലെ സ്ഥിതി ഇന്നിപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചർച്ചയാണല്ലോ. നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ 16, അതായത് നാളെ നടപ്പാക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു. വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ സജീവമായി നടന്നിരുന്നു. കൊല്ലപ്പെട്ടയാളുടെ കുടുംബം ദിയാദനം, അതായത് രക്തപണം സ്വീകരിച്ച് ഏകദേശം 8.5 കോടി രൂപ വരും. നിമിഷയ്ക്ക് മാപ്പ് നൽകാൻ തയ്യാറായാൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാകുമെന്നാണ് നമ്മുടെ ചർച്ചയുണ്ടായിരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം ഇന്ന് എത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഉമർ ഹഫീദ് എന്ന് പറയുന്ന യമനിലെ ഏറ്റവും വലിയ പണ്ഡിതൻ, ആ പണ്ഡിതനുമായി ചർച്ച ചെയ്ത്, അവരുടെ കുടുംബങ്ങളുമായി ചർച്ച ചെയ്ത് അവർ വിട്ടുവീഴ്ചക്ക് തയ്യാറായി എന്നാണ് പത്രദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ വാർത്ത ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതാണ് നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെയുള്ളതായ ഇടപെടലുകൾ ഇനിയും നടത്താൻ നമ്മുടെ സുന്നി പണ്ഡിതന്മാർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു.